നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഐഫോൺ 17 Pro Max, പുതിയ ബ്രാൻഡ് ന്യൂ ഫോണാണ്. ഇതിന്റെ വില വരുന്നത് 5999 റിംഗറ്റ് മാത്രം. ഇത് നമ്മുടെ നാട്ടിനേക്കാൾ കമ്മിയാണ്. നിസാന്റെ രണ്ട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. 1,27,800 റിംഗറ്റ് ഈ വണ്ടി. നിസാന്റെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഹാച്ച് ബാക്ക് കാറാണ്. ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഷൂസ് ഒക്കെ 10 റിംഗറ്റ് മുതൽ തുടക്കമുണ്ട്. പിന്നെ ഹാൻഡ് ബാഗ്സ്, അതുപോലെ തന്നെ ഒരുപാട് വേറെ കുറെ ഐറ്റംസ്. ഇതാ കുട്ടികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ കളിക്കാട്ടോ. ക്ലേ വെച്ചിട്ട് ഇതാ കോട്ടയുണ്ടാക്കി കളിക്കുകയാണ്. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കണേ, ലേഡീസ് ഐറ്റംസ് ആണ് കുറെ അധികം. നൈൽസ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റിയ പല ഡിസൈനിലുള്ള സംഭവമുണ്ട്. ഇത് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിൽ കോലാലംപൂർ സിറ്റിയിലാണ്. കോലാലംപൂർ സിറ്റിയിൽ അപ്പർ വ്യൂ റിഗാലിയ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇൻഫിനിറ്റി പൂളിൽ നിന്ന് കോലാലംപൂർ സിറ്റിയുടെ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഒട്ടുമിക്ക ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാണ്. ആ ഹോട്ടലിലെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോസിലുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ ഈ ഒരു മാളിലോട്ട് വന്നിരിക്കുക. സൺവേ പുത്ര എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളാണ്. ഇതിനകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. റോഡ് ക്രോസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ മാളിലോട്ട് പോകാനൊക്കെ സബ്വേ കൊടുത്തിട്ടുണ്ട്. മുകളിലൂടെ അങ്ങനെ കയറി ഇറങ്ങാം. ഈ മരങ്ങൾക്കിടയിലൂടെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. ക്ലൈമറ്റും അടിപൊളിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഇതിലൂടെ ഇങ്ങനെ നടന്ന് ആ ഫ്രണ്ട് എൻട്രൻസിൽ എത്താറായി. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഭയങ്കര അടുത്താട്ടോ. അപ്പോൾ ആരെങ്കിലും റെഗേലിയയിൽ കയറുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോളിലും വരാം. അപ്പോൾ ഇതാണ് മാളിൻ്റെ എൻട്രൻസ്. അവിടെ ലംബോർഗിനി ആണോ ഫെറാറി ആണോ എന്നറിയില്ല. ഉള്ളിലൊരു പച്ച ഐറ്റം നിൽക്കുന്നുണ്ട്. ഇവിടെ സിറ്റി ടൂർ ബസ്സും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ വരുന്നവർ ഈ മാളിലൊക്കെ വരാറുണ്ട്, അതുകൊണ്ടാണ് ഇത് അവിടെ നിൽക്കുന്നുണ്ട്. കാറ് കാണണ്ടോന്നറിയില്ല, അടുത്തെത്തിയിട്ട് വീഡിയോ എടുക്കാവേ. വേണ്ടല്ലേ, അടിപൊളി ലംബോർഗിനി കേട്ടോ. ലംബോർഗിനി 756. ഷോപ്പിംഗ് മാളിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇത് ക്രിസ്മസ് സമയത്താണ് നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ വരവേൽക്കാനായിട്ട് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. നിസാൻ്റെ രണ്ട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. 1,27,800 റിംഗറ്റ് ഈ വണ്ടി. നിസാൻ്റെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഹാച്ച് ബാക്ക് കാറാണ്. അതാരെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ട് ഇതാ വാങ്ങിച്ചോ. അപ്പുറത്ത് വേറെ ഒരു ഫാമിലി കാറുണ്ട്, വാഗൺ പോലത്തെ. ആദ്യമായിട്ട് കാണുന്നത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഈ ഭാഗത്തായിട്ട് ഒരു ലക്കി ഡ്രോ മെഷീൻ ഉണ്ട്. ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ പോലെയാണ്. നമ്മൾ പൈസ ഇട്ടാൽ മതി. പൈസ ഇട്ടിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലെ ബോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന പരിപാടിയാണ് കേട്ടോ. മലേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കോസ്മെറ്റിക്സും പെർഫ്യൂംസൊക്കെ അടിപൊളി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മോളിൽ പോയാലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി നമ്മൾ ആദ്യം കാണുന്നത് പെർഫ്യൂംസ് ആയിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള ബ്രാൻഡഡും അൺബ്രാൻഡഡും ആയ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മണത്തിനനുസരിച്ച് പെർഫ്യൂം കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ കോസ്മെറ്റിക്സും ലേഡീസ് ഐറ്റംസൊക്കെയാണ് കൂടുതലായി വന്നത്. പിന്നെ കുറേ ഹോട്ടലുകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാനേ. എല്ലാ കാഴ്ചകളും കൂടി പറഞ്ഞ് തീർക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇവിടുത്തെ ഒരു റേറ്റ് കമ്മിയാണ് കേട്ടോ എല്ലാ സാധനത്തിനും. ഈ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ബ്രാൻഡഡ് ഷൂസൊക്കെ 10 റിംഗറ്റ് മുതൽ തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ തന്നെ 2 എടുക്കുകയാണെങ്കിൽ 40 റിംഗറ്റേ ഉള്ളൂ. അതായത് നാട്ടിലൊരു 4000 രൂപൻ്റെ അടുത്ത് വരും. അതുപോലെ ഹാൻഡ് ബാഗ്സ്, ഒരുപാട് കാര്യങ്ങളും ലേഡീസിനെ പറ്റിയ കുറേ ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു കഫറ്റേരിയ ഉണ്ട്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ആണേ. ഇത് മീൻ പിടിക്കുന്നോ ലൈവായിട്ട്? 2-3 കുട്ടികൾ ഇതാ വല വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. കയ്യിൽ ചെറിയൊരു കുഞ്ഞു വല കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഉഷാറായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ ഒരു ഇൻറ്ററാക്റ്റീവ് ഗെയിംസ്, അതായത് നമ്മൾ മൊബൈലിൽ ഇരിക്കുന്നതിനേക്കാളും നല്ല ഇങ്ങനെയുള്ള കളിക്കുന്നത് ഇതും പിടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇത് എങ്ങോട്ട് ഇടാനായിരിക്കും? ഒരു കൊട്ടയുണ്ട് കേട്ടോ. ആ അരികത്തായിട്ട് ഒരു കൊട്ടയിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പിടിക്കുന്നവർക്ക് സമ്മാനം അതാണ് കേട്ടോ ഇവിടെ. എന്നിട്ട് അതിനെ തിരിച്ച് ഇതിലോട്ട് തന്നെ റിലീസ് ചെയ്യും.
ഈ ഭാഗത്തും കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരെ നോക്കാനായിട്ട് ഒരു ആയ പോലെ ഒരു ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ പർച്ചേസൊക്കെ ചെയ്തിട്ട് വരുമ്പോഴേക്കും ഇവരുടെ ഇൻട്രാക്റ്റീവ് ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും സുരക്ഷിതമായിട്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇവിടെ ഒരു കുട്ടി കണ്ടില്ലേ കോട്ട ഉണ്ടാക്കുക, കോട്ട ക്ലേ വെച്ചിട്ടാണ് കോട്ട ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇവിടെ ഒരു ബബിൾ ഫൗണ്ടൻ കണ്ടേ, ഇതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. നല്ല രസമുണ്ട്, വ്യത്യസ്തമായ കളറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിന് ഇങ്ങനെ ബബിൾസും വന്നുകൊണ്ടിരിക്കും. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എല്ലാവർക്കും കണ്ടതും ഇഷ്ടപ്പെടും കേട്ടോ. പല ഡിസൈനിലും വരുന്നുണ്ട്. ഇവിടെ സർവീസ് ടാക്സ് ഉണ്ട്, പിന്നെ എന്തോ ടാക്സ്, 2 സർവീസ് ടാക്സ് കാണിക്കുന്നുണ്ട്. ഒന്ന് 6%, ഒന്ന് 10%. ഒരു മഷ്റൂം നൂഡിൽസ് കഴിച്ചാണ്. അപ്പോൾ 2.5 രൂപൻ്റെ അടുത്ത് മേലെ 2.70 രൂപ പോയിട്ടുണ്ട്, റിങ്കറ്റ് പോയിട്ടുണ്ട്. ടോട്ടൽ ചാർജ് ഏതാണ്ട് 19 റിങ്കറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അതുകൂടാതെ വേറെയും കുറേ റെസ്റ്റോറൻറ്റുകളും അപ്പുറത്ത് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ലേഡീസ് ഐറ്റംസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലേഡീസ് ഐറ്റംസിൻ്റെ ബ്യൂട്ടി ഐറ്റംസാണ് കൂടുതൽ. നെയിൽ പോളിഷ് അങ്ങനെയൊക്കെ കസ്റ്റം ചെയ്ത് തരുന്നതായിരുന്നു അത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഷോറൂമായിരുന്നു ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായ അടിപൊളി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കേട്ടോ. ഇത് നല്ല അറിയുന്നവർക്ക് അതിൻ്റെ ബ്രാൻഡൊക്കെ അറിയാൻ പറ്റും. നല്ല വിലക്കുറമയായിരുന്നു. ഈ ഭാഗത്തായിട്ട് കുട്ടികൾക്കായിട്ട് ഒരു ടി വിയും പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുറേയധികം ബോൾസ്, ചെറിയ കുഞ്ഞു ബോൾസ് ഒരു റൂമിൽ ഫുള്ളായിട്ടിട്ട് അതിൽ കുട്ടികളെ കളിപ്പിക്കുകയായിരുന്നു. ആ ഭാഗത്ത് കണ്ട കാഴ്ച കേട്ടോ. എന്ത് രസമുള്ള കാഴ്ചയായിരുന്നു അത്. നല്ല രസമുണ്ട്. എല്ലാവരും കുട്ടികളൊക്കെ നന്നായി ആസ്വദിക്കുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു ഷോപ്പായിരുന്നു. നെയിൽ ആർട്സും പിന്നെ അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ്, പിന്നെ അടിപൊളി ഓർണമെൻറ്റ്സ്, അത് ഗോൾഡിൻ്റെ ഉണ്ട്, അല്ലാത്ത ഓർണമെൻറ്റ്സും ഉണ്ട്. കാണുന്നത് സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഇതുപോലെ പല കമ്പനികളിലെ ഷോറൂംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം അത് കാണും കേട്ടോ. സാംസങ് നമ്മൾ കയറുന്നില്ല. അപ്പുറത്ത് ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഓപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കാണുന്നില്ലേ, ഇത് മാട്രസ്സാണ് കേട്ടോ. മുഴുവൻ കിടക്കയും വിരിപ്പുകളും മാത്രം ഉള്ളത്. ഇതൊരു ഓപ്പോ ഷോറൂമാണ്. പിന്നെ ഈ കാണുന്ന സ്പീക്കറുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഐഫോണൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ വ്ളോഗിങ് ഐറ്റംസ്, കാറിൽ പിടിപ്പിക്കുന്ന ഐറ്റംസ്, അങ്ങനെയൊക്കെ ഒരുപാട്. ഇവിടെ ഓപ്പോൻ്റെ ഷോറൂം ഇത് ഓപ്പോൻ്റെ ഒരു ടാബാണ്. ഭയങ്കര വില കമ്മിയാണ് കേട്ടോ. ഇവിടുത്തെ ചൈനീസ് ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ മലേഷ്യൻ ഐറ്റംസായ ഒരുപാട് കാര്യങ്ങൾ. ആപ്പിളിന് ഒഴികെ ബാക്കിയെല്ലാം ഇതുപോലെയുള്ള ഫോണുകളൊക്കെ ഭയങ്കര വില കമ്മി, അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാ ഡിസ്പ്ലേസിലും ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രൈസ് എടുത്തു പറയുന്നില്ല. നമ്മൾ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ കാണിച്ച് നമ്മളിങ്ങനെ പോവുകയാണേ. അതല്ലാതെ വേറെ വഴിയില്ല. നമ്മളെ വീഡിയോ ചുരുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് സ്പീഡിൽ കണ്ട് പോവാം കേട്ടോ. ഈ കാണുന്ന ഒരു എയർ ഫ്രഷ്നറാണ്. ഇനി ഒരു ശുദ്ധമായ വായു ഇവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് കിടക്കകളൊക്കെയാണ്. ഈ കാണുന്നത് ഒരു ബ്രാൻഡഡ് പെർഫ്യൂം ഷോറൂമാണ്. ഇവിടെ വന്ന് പെർഫ്യൂംസിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യനേക്കാളും ഭയങ്കര കമ്മിയായിരിക്കും. 171 for one.
food private. Sorry, private. No working ready. ഇവിടെ വാങ്ങിക്കുകയോ വാങ്ങിക്കാതിരിക്കുകയോ സെക്കൻഡറി, പക്ഷേ ഇവിടെ ഒരു അറേഞ്ച് ചെയ്തതും അത് കാഴ്ചകൾ കാണാനുള്ള ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. അതായി കാണുന്നത് ഒരു ആപ്പിൾ ഷോറൂമാണ്. ആപ്പിൾ ഷോറൂമിൽ നോക്കണമെങ്കിൽ ഫോണുകളുടെ വിശാലമായ ഒരു കളക്ഷൻ തന്നെയുണ്ട്. എല്ലാ ഐഫോണുകൾക്കും ഏതാണ്ട് ഒരു 10,000 നമ്മുടെ നാട്ടിലെ 10,000-ന് മേലെ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡോളറിലോ വല്ല കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകട്ടോ. അടിപൊളി ക്വാളിറ്റിയുള്ള നമ്മുടെ ഐഫോൺ 17 Pro Max ഒക്കെ കണ്ടില്ലേ, എത്ര ഫ്രഷ് പീസ് സാധനം. വെറും 5,999 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിനേക്കാളും വിലക്കമ്മിയായിട്ട് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഫോൺ വാങ്ങാറുണ്ട്. അപ്പോൾ ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ സോർട്ട് ചെയ്തിട്ട് പോയാൽ ഇതുപോലുള്ള നല്ല ഐഫോണുകളൊക്കെ ഭയങ്കര വിലക്കമ്മിയായിട്ട് എടുക്കാൻ പറ്റും. ഇത് പ്രോ മാക്സ് ഇത്രയാണ്, 5,999 രൂപയാണ് ഇവിടെ ഉള്ളത്. സോറി, രൂപയല്ല, റിങ്കറ്റാണ് ഉള്ളത്. പിന്നെ പ്രോ സീരീസ് ഉണ്ട്. പ്രോ സീരീസ് ഇതാ ഇപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ വരികയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒരു ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് കേട്ടോ, ഡോളറിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വില കമ്മിയിൽ എടുത്തിട്ടും പോവാം. പിന്നെ ആപ്പിൾ പോലെയുള്ള കമ്പനികൾ യൂണിവേഴ്സൽ വാറണ്ടിയാണ്. അതായത് ഇവിടെ നിന്ന് എടുത്താലും നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയാൽ അതിന് വാറണ്ടി, ഗ്യാരണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ചില കൺട്രീസ് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാം, നോക്കിയാൽ മതി. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഡ്രൈഡ് ഐറ്റംസ് കുറേ ഉണ്ട്. സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ ഇഷ്ടം പോലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മോളിലെ കാഴ്ചകൾ. ഇനി വെളിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ മോളിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ ബൈ.